RCM എന്ന മഹാപ്രസ്ഥാനം എൻ്റെ കൈകളിലേക്ക് എത്തിച്ചത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരാൾ പോലുമല്ല. എൻ്റെ കടയിലെ നമ്മുടെ രശ്മി മാഡത്തിൻ്റെ ഹസ്ബൻഡായ ബാലേട്ടനാണ്. ബാലേട്ടൻ ഞാനും കൂടി ഒരു 12 വർഷമായി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്നെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ബാലേട്ടൻ. കാരണം എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരുമിച്ചുള്ള കുടുംബത്തെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അതിലുപരി എൻ്റെ സ്വന്തം കുടുംബം, അതായത് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അച്ഛൻ എല്ലാ അസുഖം ഉള്ള ഒരു പേഷ്യൻ്റാണ്. അച്ഛന് ഒരു മരുന്നിന് ഒരു മാസം ഒരു 5000 രൂപയിലും കൂടുതൽ ചിലവ് വരുന്ന ഒരാളാണ്. ഓക്സിജൻ പേഷ്യൻ്റാണ്. 2 വർഷമായിട്ട് വീട്ടിൽ. അമ്മ ഒരു ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ള ഒരാളാണ്. അപ്പം ഞങ്ങളുടെ ഒരു സാമ്പത്തികം അവർക്ക് കിട്ടിയാലാണ് അവർ രക്ഷപ്പെട്ടു പോവുള്ളൂ. ഇതെല്ലാം വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ബാലേട്ടൻ. അപ്പോൾ ബാലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷീബ, ഞാനൊരു കാര്യം പറയാം. ഷീബയ്ക്ക് എൻ്റെ കടയിലാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഉത്തരവാദിത്തപ്പെട്ട കുറേ കാര്യങ്ങൾ ഓണർ തന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭംഗിയായിട്ട് ചെയ്യും വേണമായിരുന്നു. അപ്പോൾ ഇത് ഷീബയ്ക്ക് സമയം ഉണ്ടാവില്ല എന്നറിയാം, എന്നാലും കൂടി പറയുകയാണ്, ഒരു എക്സ്ട്രാ ഒരു വരുമാനത്തിനുള്ളൊരു വഴിയായിട്ടുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തിട്ടാ ബാലേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ബാലേട്ടൻ പറഞ്ഞത്, ഇങ്ങനെ ഇന്നലെ രശ്മി പറഞ്ഞു, രശ്മിയുടെ ചേച്ചിയും അനിയത്തിയൊക്കെ കൂടിയിട്ട്, ടീച്ചർ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്, കൂടിയിട്ട് നമ്മുടെ RCM കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നോക്കാനായിട്ട് പറഞ്ഞു. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉപയോഗിച്ച അഭിപ്രായം നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് അത് സെയിൽ ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കി. 2-3 പ്രൊഡക്റ്റ് ചായല, കാപ്പി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാപ്പിയുടെ മണം നമുക്ക് അടുത്ത വീട്ടിലേക്ക് വരെ കിട്ടുന്ന അത്രയ്ക്കും നല്ല സ്മെല്ലുള്ള കാപ്പിയും കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ 3-4 പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് സത്യമാണ്, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഷീബ ഒന്ന് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് അത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷീബയ്ക്ക് കുറച്ച് പൈസ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പൈസ ആവശ്യമുണ്ട്, സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, എനിക്ക് രശ്മി മാഡത്തിന് അത് പറഞ്ഞോളൂ ബാലേട്ടൻ, ഞാൻ അതിനെക്കുറിച്ചിട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ രശ്മി മാഡം വന്നു കടയിലേക്ക്. രശ്മി മാഡം പറഞ്ഞു, ഞാനിങ്ങനെ 1-2 പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു, നല്ല പ്രൊഡക്റ്റുകളാണ്, എനിക്ക് എന്തായാലും പൈസയ്ക്ക് ആവശ്യമുള്ളതല്ലേ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്തോ, അത് ഉപയോഗിച്ചിട്ട് അതിൽ ഏറ്റവും എളുപ്പമുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ നന്നായി ഉപയോഗിച്ചിട്ട് അത് സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അമ്മ മേമ അവരൊക്കെ ഇങ്ങനെ വീട്ടുപണിക്ക് പോകുന്ന ആൾക്കാർ, അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും ആയിട്ട് കൊടുക്കാൻ നോക്കിക്കോ, അപ്പോൾ നിനക്കൊരു 100 രൂപ കിട്ടാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല, അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ടീച്ചറുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ടീച്ചറുടെ അടുത്ത് പറഞ്ഞു. ടീച്ചർ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഞാൻ എപ്പോഴാണ് കടയിലേക്ക് വരണ്ടേ, ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ടീച്ചറുടെ അടുത്ത് സമയം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും തിരക്കുള്ള ഒരു ഷോപ്പാണ്. 10-17 സ്റ്റാഫുകളുള്ള ഒരു ഷോപ്പാണ് ഞങ്ങളുടെ, ഹോൾസെയിലും റീറ്റെയിലും കൂടിയിട്ടാണ്. ടീച്ചർ വന്നു. ടീച്ചർ വന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാര്യങ്ങൾ ബാലേട്ടൻ രശ്മി മാഡം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അവസ്ഥകളെല്ലാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഷീബ അതിൽ ഒരു ID കാർഡ് എടുത്തിട്ട്, അതായത് ഡിസ്കൗണ്ട് കാർഡ് എടുത്ത് ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 2000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുക. അത് ആദ്യം ഉപയോഗിക്കാനല്ല, ആദ്യം ഷീബ അത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി നോക്കൂ. പിന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് ഇത് സെയിൽ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സഹായമാവും. ഇത് കമ്പനി നമുക്ക് നേരിട്ട് തരണതാണ്. ഇതിൽ പരസ്യക്കാരോ ഇടനിലക്കാരോ ഒന്നുമില്ല. നമുക്ക് ആ ലാഭമൊക്കെ നമ്മുടെ കയ്യിലേക്ക് തന്നെയാണ് വെക്കാൻ പറ്റുന്നത്. അതല്ലാതെ നമുക്ക് പുറത്തേക്ക് ഒരു 10 പൈസ പോവില്ല. നമുക്കത് നമ്മുടെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, അത് ചെയ്യാം, അപ്പോൾ എന്താ വേണ്ടത്. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, നമുക്ക് അതിന് വേണ്ട പ്രൂഫുകളൊക്കെ തന്നോളൂ, നോമിനിയുടെ പ്രൂഫുകളൊക്കെ തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇതെന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞതിന് ആദ്യം വേണ്ടത് നമ്മൾ 2000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആദ്യം നമ്മൾ എടുക്കണം. ഡിസ്കൗണ്ട് കാർഡ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും അധികം വൈകാതെ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ഞാൻ 2000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് സാലറി കിട്ടി കഴിഞ്ഞാൽ തന്നെ ഇതിനൊന്നിനും തികയില്ല. പിന്നെയും 200, 300, 500 അങ്ങനെയായിട്ട് വല്ലവരും മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഒരാഴ്ച കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 2000 രൂപയുടെ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ വഴിക്ക് തന്നെ ടീച്ചർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 2000 രൂപയുടെ പ്രൊഡക്റ്റ് അല്ല, ഷീബയ്ക്ക് എത്ര രൂപയുടെ പ്രൊഡക്റ്റ് വേണമെങ്കിലും ഞാനും സുഭാഷ് സാറും കൂടിയിട്ട് എടുത്തു തരാം, അതൊന്നും കുഴപ്പമില്ല. കുട്ടിക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ നോക്കണ്ട, ഞങ്ങൾ എന്ത് വേണമെങ്കിലും സഹായം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഈ RCMൻ്റെ ഈ പ്രൊഡക്റ്റ് എന്നല്ല, ഞങ്ങളെ കൊണ്ടാവുന്ന കഴിയാവുന്ന സഹായം എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ ടീച്ചർ പറഞ്ഞു, ആ മിസ് RCMലെ അജിത മാഡമാണ്. ആ മാഡം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മാഡമാണ്. അപ്പോൾ തൊട്ടിട്ട് ഇതുവരെയും മാഡത്തിന് വലിയൊരു പങ്കുണ്ട് എന്നെ ഇങ്ങനെ ആക്കിയതിൽ. എൻ്റെ ലീഡർമാരെ പോലെ തന്നെ എൻ്റെ ഒപ്പം നിന്ന് ഹെൽപ്പ് ചെയ്യണ ഒരു മാഡമാണ് അജിത മാഡം. അപ്പോൾ അജിത മാഡം പറഞ്ഞു, അജിത മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പൊക്കോളൂ, അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ഷീബ എടുത്തോളൂ, ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടിട്ട് നോക്കൂ, അതിലേതൊക്കെയാണ് പറയാൻ പറ്റുക, എടുക്കാൻ പറ്റുക, കൊടുത്ത് ഷീബയ്ക്ക് സെയിൽ നടത്താൻ പറ്റുക എന്നുള്ളത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അജിത മാഡത്തിൻ്റെ ഷോപ്പിലേക്ക് പോയി. അജിത മാഡത്തിൻ്റെ ഷോപ്പിലേക്ക് പോയപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അയ്യോ, ഈ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് എന്തെന്ന് ആൾക്കാരുടെ അടുത്ത് പറയുക, എനിക്കൊന്നും സമയമില്ല. ഒരു ഞായറാഴ്ച കടയിൽ വർക്ക് ചെയ്യണം, ഒരു ഞായറാഴ്ച നമ്മുടെ കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും, പിന്നെ 2 ആഴ്ചയുണ്ട്. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡത്തിന് ഇങ്ങനെ കാശ് കൊടുക്കും, 2000 രൂപയായാലും നമ്മളത് കൊടുക്കേണ്ട കാശല്ലേ. എനിക്ക് ആകെ ടെൻഷനായി. അപ്പം ഞാൻ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടെൻഷനും വിചാരിക്കരുത്, പൈസ ഉണ്ടാവുമ്പോൾ തന്നാൽ മതി, തന്നില്ലെങ്കിലും ഈ സാധനങ്ങൾ ഉപയോഗിച്ച് അത് ആദ്യം മനസ്സിലാക്കാൻ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും എനിക്കൊരു ടെൻഷൻ, നമ്മളൊരു കടം വാങ്ങിച്ചൊരു പൈസ അല്ലേ, അതെങ്ങനെയെങ്കിലും മാഡത്തിന് കൊടുക്കണ്ടേ. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ എന്താ പറയുക, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ച് സാധനങ്ങളായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവുക. ഞാൻ അവിടെ ചെന്നിട്ട് വാങ്ങിയ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു 30 ബിസ്ക് കട്ട 10 രൂപയുടെ, ഒരു 30 പിക്സി ഡിഷ് വാഷ്, പിന്നെ നമ്മുടെ ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, ബിസ് പൗഡർ, പിന്നെ പേസ്റ്റ്, ആട്ട, ഇങ്ങനെയുള്ള ഈ സാധനം മാത്രമാണ്, നൂഡിൽസ്, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പം അജിത മാഡം പറഞ്ഞു, ഇതെങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ അറിയോ ഇത് സെയിൽ ചെയ്യാനായിട്ട് എന്ന് ചോദിച്ചു. ഇത് സെയിൽ ചെയ്യാൻ എത്രയും സാധനം എടുത്തപ്പോൾ മാഡത്തിന് മനസ്സിലായി ഞാൻ സെയിൽ ചെയ്യാനാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സെയിൽ ചെയ്യാൻ തന്നെയാണ് മാഡം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നല്ല വെയിറ്റുള്ള സാധനങ്ങളല്ലേ, അത് സാരമില്ല, ഇതാവുമ്പോൾ എനിക്ക് പെട്ടെന്ന് പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ആകുമ്പോൾ സമയം വരും, ഇതാവുമ്പോൾ എനിക്ക് കൊടുക്കാൻ അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഓരോരുത്തർക്കും കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ഇപ്പം 25 വർഷമായി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു 21-22 വർഷത്തോളമായ കമ്പനിയാണ് നമ്മുടെ. ഒരു കംപ്ലൈൻറ്റ് നമ്മുടെ ഒരു ഒറ്റ പ്രൊഡക്റ്റിനും വന്നിട്ടില്ല. നമുക്ക് ധൈര്യമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെള്ളിയാഴ്ചയാണ് ഞാൻ പോയിട്ട് പർച്ചേസ് എടുത്തത്. വെള്ളിയാഴ്ച പോയി എടുത്ത് ഞായറാഴ്ച ഞാൻ സെയിലിന് ഇറങ്ങി. ഈ സോപ്പുകൾ 2 കവറിലാക്കി ഈ ലോഷന് ഇതൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ നന്നായി അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല. അവർ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഓണക്കിറ്റ് കൊടുക്കുന്ന പോലെ ഞാൻ ഓരോരുത്തർക്കും ഒരു ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പണിക്ക് പോണ വീട്ടുകാരൊക്കെ ഒന്നും പറയാതെ അവർ വാങ്ങിച്ചു. ചിലവരുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അവർ 10 രൂപയുടെ സോപ്പായാലും അവർക്ക് അതിനെക്കുറിച്ചിട്ട് അവർക്ക് അറിയണം. 10 രൂപ തരികയായാലും 1-2 ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സോപ്പിന് ഇപ്പം എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ സോപ്പിന് പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റു സോപ്പുകളിൽ നിന്നും ഒരുപാട് പ്രത്യേകതയുള്ളൊരു സോപ്പാണിത്. 10 രൂപയ്ക്ക് ഇത്രയും വെയിറ്റുള്ള ഈ ഒരു സോപ്പ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ സോപ്പ് ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കടയിലേക്ക് എൻ്റെ ഒരു ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സോപ്പ് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ, എൻ്റെ ഹസ്ബൻഡ് ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഷർട്ടിൻ്റെ കോളറുകളും ഷർട്ടൊക്കെ ഒരുപാട് ചെളിയുണ്ടാവും. നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമ്മൾ ശരിക്കും തുണി കഴുകുകയും ഞാൻ ചെയ്യണം. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ആ ഷർട്ട് ഞാൻ ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകി കഴിഞ്ഞപ്പോൾ നല്ല ആ വെള്ള കളറ് നന്നായി കിട്ടി. അത് വില കൂടുതലുള്ള ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഈ 10 രൂപയുടെ സോപ്പ് ഉപയോഗിച്ചിട്ട് കിട്ടിയപ്പോൾ ഞാനത് കൊണ്ടുവന്നതാണ്, നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഫ്രണ്ടിൽ ഫോണിൽ അടിച്ചപ്പോൾ അവർ പറഞ്ഞു ബാക്കിൽ കൂടെ വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഇരിക്കുന്ന സോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സൂര്യ സോപ്പാണ് ഇരിക്കുന്നത്. ഈ സൂര്യ സോപ്പ് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ ശരിക്കും. അന്ന് വെള്ളിയാഴ്ച ഞാൻ എടുത്ത് വന്നു എന്നുണ്ടെങ്കിലും ശനിയാഴ്ച വരെ ഞാൻ സൂര്യ സോപ്പ് ഉപയോഗിച്ചേക്കണത്. അപ്പോൾ എനിക്കറിയാം സൂര്യ സോപ്പ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഷ്ണമായിട്ട് തെറിച്ച് പോകും. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഈ സോപ്പല്ലേ ഉപയോഗിക്കുന്നത്, ഈ സോപ്പ് ഉപയോഗിച്ച് ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, ഈ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തെറിച്ച് പോലും ചേച്ചി, ഈ സോപ്പ് നമുക്ക് അവസാനം വരെ, അതായത് അതിൻ്റെ ഏറ്റവും ഒരു തുണ്ടാണെങ്കിൽ പോലും അത് കല്ലിൽ പതിച്ച് നമുക്ക് ഉപയോഗിക്കാം, ഒരു തരി പോലും നമുക്ക് വേസ്റ്റ് ആവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പാത്രം കഴുകണ സോപ്പായി കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർ ചോദിക്കും, ഇത് നല്ല മണം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു. നമ്മൾ മണത്തിനല്ലല്ലോ, നമ്മൾ പാത്രം ക്ലീൻ ആവാനല്ലേ നമ്മൾ നോക്കണത്. വിംബാറിൻ്റെ പോലെ നാരങ്ങയുടെ മണമൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. പിന്നെ വിംബാറിൻ്റെ പോലെ നാരങ്ങയുടെ മണം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിൽ മണമായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ എന്താ ഇതുള്ളത്, കറികൾക്കല്ലേ മണം വേണ്ടത്. ഇത് പാത്രത്തിന് എന്താ, പാത്രത്തിൽ നന്നായി ഈ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാത്രം നല്ല ക്ലിയർ ആവും.
നന്നായി വെട്ടിത്തിളങ്ങിയിരിക്കും. 10 രൂപയല്ലേ ഉള്ളൂ, ഉപയോഗിച്ച് നോക്കൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ പൈസ തന്നാൽ മതി എന്ന് പറയും. ഇങ്ങനെ സോപ്പിൻ്റെ കണക്ക് പറയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഫ്ലോർ ക്ലീനർ. അതൊക്കെ ഫ്ലോർ ക്ലീനർ കൊടുക്കുമ്പോൾ ഞാൻ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിലം തുടയ്ക്കുമ്പോൾ ക്ലിയർ മാത്രമല്ല, നമ്മൾ ബാത്റൂമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ മൂലയിലോ അല്ലെങ്കിൽ വാഷിംഗ് ബേസിൻ്റെ ഒരു തെറ്റത്ത് നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം ഒഴുകി പോകാത്ത ഭാഗത്ത് ഒരു ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ ബാത്റൂം തുറക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ഫ്രഷ്നെസ് കിട്ടും. നല്ല മണമാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു ഫ്രഷ്നർ, ഡോണിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. ഇതൊരു ഡ്രോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല യൂസുകളും നടക്കും. അതുപോലെ ഈച്ച ഇതൊക്കെ വരുന്നത് കുറേ. അപ്പോൾ ലൈസോൾ ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കൊടുത്തു. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോപ്പും പൊടിയും, ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, ഇങ്ങനെയുള്ളൊരു സംഭവമാണ്. അങ്ങനെ അത് കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേസ്റ്റാണ്. പേസ്റ്റ് കൊടുത്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേസ്റ്റ് ചോദിക്കുമ്പോൾ ഞാൻ പറയും നമ്മുടെ കയ്യിൽ 2 തരം പേസ്റ്റ് ഉണ്ടല്ലോ. ഒന്നും പറഞ്ഞു കൊടുക്കാൻ ശരിക്കറിയില്ല. നമ്മുടെ ടീച്ചർ പറഞ്ഞ വാക്ക്, അതായത് നമ്മുടെ കമ്പനിയിലുള്ളത് സത്യസന്ധമായ പ്രോഡക്റ്റാണ്. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ പറയണതെല്ലാം നല്ലതാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഈ ഒരു വാക്കും വെച്ചിട്ട് ഒന്നും അറിയാതെ ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയണതാണ്. അതുപോലെ തന്നെ ഒരു ഡിസ് കട്ടയുടെ അടുത്ത് പോയ ഒരു ചേച്ചി ഉണ്ട്, ഡോക്ടർ വാഷ് ഉപയോഗിക്കുന്ന ചേച്ചി. ആ ചേച്ചി പറഞ്ഞു, അയ്യോ എനിക്ക് സോപ്പൊന്നും വേണ്ട മോളെ, എന്തായാലും വന്നതല്ലേ, ഒരു പാക്കറ്റ് നൂഡിൽസ് തന്നോളൂ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്, സോപ്പൊന്നും വേണ്ട, സോപ്പൊക്കെ എനിക്ക് അലർജി ഉള്ള ആളാണ്, ഞാൻ ഡോക്ടർ വാഷ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അതെയാ. അപ്പം ആ ചേച്ചി ഇത് നോക്കാനായിട്ട് വന്നപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൻ്റെ അടി കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ, വെള്ള ഇതിലിങ്ങനെ തൊലി പോയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ചേച്ചിയുടെ കൈ ഞാൻ കണ്ടതായിട്ട് പറഞ്ഞില്ല ചേച്ചി, എൻ്റെ കയ്യിലും ഇങ്ങനെ എൻ്റെ കൈക്ക് ഇങ്ങനെ തിരുവൊരു സോപ്പ് ഉപയോഗിച്ചപ്പോൾ കയ്യിൽ ഇങ്ങനെ വെള്ള ഒരു റൗണ്ട് പോലെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനും ഡോക്ടർ വാഷ് തന്നെ ഉപയോഗിച്ചു തുടങ്ങുന്നത്. പിന്നെ എനിക്ക് ഈ പൈസയ്ക്ക് ഇത് ബുദ്ധിമുട്ടായപ്പോൾ ഇവരുടെയൊക്കെ RCM കമ്പനിയിൽ ഒരു ചേച്ചി കൊണ്ടുവന്നപ്പോൾ 10 രൂപ ഈ സോപ്പിനുള്ളൂ, 10 രൂപ പാത്രം കഴുകണം. അപ്പോൾ ഈ 2 സോപ്പ് നമുക്ക് മേടിച്ച് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൻ്റെ കംപ്ലൈൻറ്റ് മാറി. ഈ സോപ്പ് 10 രൂപ കൊണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞു, നമുക്ക് നമ്മുടെ കയ്യിൻ്റെ കംപ്ലൈൻറ്റ് മാറി പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എന്തായാലും ഒരു കട്ട വെച്ച് നോക്കി നോക്കൂ, എൻ്റെ കയ്യിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ മാറിയത്, ഞാൻ മോളെ കൊണ്ട് ആദ്യം കഴിച്ചിട്ട് നോക്കാം, എന്നിട്ട് ഞാൻ ഷീബയുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ മോൾക്ക് എന്തോ വയ്യാണ്ട്, എന്തോ ഹോസ്പിറ്റൽ കേസ് എന്തോ ആയി, മോള് കുറച്ച് ദിവസം ഉണ്ടായില്ല. മോൾ അവിടെ നിന്ന് മാറിപ്പോയ സമയത്ത് ചേച്ചി തന്നെ ഈ സോപ്പ് ഉപയോഗിച്ചു. ചേച്ചി ഡോക്ടർ വാഷ് ഉപയോഗിച്ച ചേച്ചി ആയാലും നമ്മുടെ 10 രൂപയുടെ ബിസ് ആ ചേച്ചിക്ക് എത്ര ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. അന്ന് മുതൽ 3 വർഷമായിട്ട് ആ ചേച്ചി നമ്മുടെ ബിസ് സംഭവം, അതങ്ങനത്തെ ടോയ്ലറ്റ് ക്ലീനർ, ഡിഷ് വാഷ് ലിക്വിഡ് എല്ലാം നമ്മുടെ പ്രൊഡക്റ്റുകളാണ് ആ ചേച്ചി ഉപയോഗിക്കുന്നത്. മറ്റുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാനുള്ള അറിവോ കഴിവോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ടീച്ചറിനെ, രശ്മി മാഡത്തിനും കുറച്ച് വീടുകളിലേക്ക്, അമ്മ പോണ വലിയ വീടുകളാണ്, അവരൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവർ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ അന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അവർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ വക സാധനങ്ങൾ ഒഴിവാക്കി അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ലായി. അപ്പോൾ അവരും അത് സെയിൽ ചെയ്യാനായിട്ട് കൊണ്ടുപോകും. പിന്നെ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ പേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ 5-6 പ്രോഡക്റ്റ് മാത്രമേ ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ പേസ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, ഒരു പച്ച പേസ്റ്റ് ഉണ്ട്, ചുവപ്പ് പേസ്റ്റ് ഉണ്ട്. അപ്പോൾ പച്ച പേസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പച്ച പേസ്റ്റ് ഹെർബൽ പേസ്റ്റാണ്, മറ്റേ പേസ്റ്റ് പച്ച പേസ്റ്റ് എന്താ ഗുണം എന്ന് ചോദിച്ചു. പച്ച പേസ്റ്റാണ് രാവിലെ തേക്കേണ്ടത്, ചുവപ്പ് പേസ്റ്റ് രാത്രി തേക്കുക. പച്ച പേസ്റ്റ് തേച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പച്ച പേസ്റ്റ് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തൊട്ട് തന്നെ നല്ല ഫ്രഷ് ഉമിനീര് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത്. പക്ഷേ എനിക്ക് അനുഭവം കിട്ടി. എൻ്റെ അനിയത്തിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അവൾക്ക് അത് കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു നല്ല പേസ്റ്റാണ്, അവൾ കുട്ടികളൊക്കെ തേച്ചപ്പോഴൊക്കെ നല്ല വ്യത്യാസം കിട്ടി. പിന്നെ വൈകുന്നേരത്തെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ടിട്ട് ഈ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് അതിലെങ്ങനെ നമ്മൾ വായ കഴുകിയാലും അതിൽ അണുക്കളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്ടീരിയനൊക്കെ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് ആ പേസ്റ്റ് തേച്ചാൽ നല്ലതാണ്. അത് നമ്മുടെ വായനാറ്റം ഇല്ലാണ്ടാക്കും, പിന്നെ പല്ലുപുളിപ്പ് മാറ്റും, മോണപ്പഴുപ്പ് മാറ്റും, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, പല്ലുപുളിപ്പിൻ്റെ ഇതിന് ഞങ്ങൾ സെൻസോഡൈന ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സെൻസോഡൈൻ ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പിലുള്ളത് തന്നെയാണ്. മെഡിക്കൽ ഷോപ്പിൽ ഞാനിപ്പോൾ സെൻസോഡൈൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ സോപ്പ് ഈ പേസ്റ്റ് അവിടെ വെച്ചിട്ട് കൊടുത്തപ്പോൾ 2-3 ആൾക്കാർ ഇപ്പോൾ സ്ഥിരം സെൻസോഡൈൻ മാറ്റി ഇത് ഉപയോഗിച്ചു. സെൻസോഡൈന് ചേച്ചി ഒന്ന് വായിച്ച് നോക്കി നോക്കുമോ, അത് നമ്മൾ അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ശരിക്കും പറയാൻ പാടില്ല, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നിട്ട് അവിടുത്തെ സെയിലിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു,
ചേച്ചി അത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ചട്ടയം അത് വായിച്ച് നോക്കി നോക്കും. അത് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുട്ടികൾക്കൊക്കെ ദോഷം ചെയ്യും. വലിയവർക്കായാലും അത് അധികം അകത്ത് ചെല്ലാൻ പറ്റില്ല. അതിൽ ക്ലോറൈഡ് കണ്ടൻറ്റ് കൂടുതലാണ്. നമ്മുടെ ഞങ്ങളുടെ പേസ്റ്റിലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിന, കുരുമുളക്, തിപ്പല്ലി, ഗ്രാമ്പു, പിന്നെ വേപ്പ്, തുളസി എന്നീ സാധനങ്ങൾ, എന്നീ പച്ച മരുന്നുകൾ അരച്ചിട്ടാന്നൊക്കെയാണ് ഞാൻ അവരുടെ അടുത്ത് പറയണത്. അങ്ങനെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു ഹെർബൽ പേസ്റ്റാണ്. അത് ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കും. പിന്നെ അത് മാത്രമല്ല, പല്ലുവേദന വന്നപ്പോൾ എൻ്റെ അച്ഛന് അവിടെ അതിലൊരു അന്ന് എനിക്ക് പറയാൻ അറിയുന്നില്ല, രാജൻ സാറിനൊക്കെ എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. ഇതിലൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലുവേദനയുള്ള ഭാഗത്തും ഈ പേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പല്ലുവേദന മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ എൻ്റെ അച്ഛന് എന്നും പല്ലുവേദനയല്ല. അപ്പോൾ ഞാൻ എന്നും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഞാൻ ഈ പേസ്റ്റ് അച്ഛൻ്റെ ഒരു പഞ്ഞിയിൽ മുക്കി അച്ഛന് അത് വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം പിടിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ പല്ലുവേദന മാറി. അപ്പോൾ ചോദിച്ചു അതിയായി എനിക്കും ഇടയ്ക്ക് പല്ലുവേദനയുണ്ട്, ഇടയ്ക്ക് ആൻറ്റിബയോട്ടിക്കൊക്കെ മേടിക്കേണ്ടത്, ഞാനിത് വെച്ച് കഴിഞ്ഞാൽ മാറുമോ ചോദിച്ചു. ചേച്ചി ഇത് ചെയ്ത് നോക്കും, അച്ഛന് മാറിയിട്ടുണ്ട്, ചേച്ചി ഇത് ചെയ്ത് നോക്കും. എന്തായാലും സെൻസോഡൈൻ ഉപയോഗിച്ചോളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ ഇതിവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു. ആ ചേച്ചി ഇപ്പോഴും നമ്മുടെ പേസ്റ്റ് ഉപയോഗിക്കുന്നു. സെൻസോഡൈൻ അവിടെ മാറ്റി വെച്ചു, നമ്മുടെ പേസ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് എത്രമാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പേസ്റ്റിൽ പറഞ്ഞു, നമ്മുടെ ഒരു സോപ്പ് ഓൾറൗണ്ട് ടൂത്ത് പേസ്റ്റിൽ വെള്ള ചതുരക്കട്ടയിൽ ഒരു പച്ച ഡോട്ടുണ്ട്, അത് ഹെർബൽ എന്ന് കാണിക്കുന്നതാണ്. അത് കാണിക്കുന്നത് മാത്രമല്ല, ചേച്ചി ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ചേച്ചിയുടെ ആർക്കെങ്കിലും പല്ലുവേദന അതുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അങ്ങനെ കൊടുത്തോളൂ. എനിക്ക് ബിസിനസ് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയുന്നുണ്ട്.